ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. ഞാൻ വീണ്ടും ഇതാ വേറൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ ഇന്നാണ് അതിൻ്റെ എന്താ പറയുക, ചില സമയങ്ങളുണ്ടല്ലോ, ഇന്നാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചാലഞ്ച് പോലെ ശ്രീകുട്ടൻ എനിക്ക് ചാലഞ്ച് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 days ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തിട്ട് നമ്മളിങ്ങനെ സക്സസ്ഫുള്ളി അതിങ്ങനെ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ആൻഡ് 10 days ആണ് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് 9 or 10 days ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു സഡൻ ബ്രേക്ക് ആയിരുന്നു. ഇപ്പോൾ അതാ 25 days ആയി ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ എന്ത് പറ്റി, കുറച്ച് പേര് കേട്ടോ വീഡിയോസിന്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ട്, എന്ത് പറ്റി പെട്ടെന്ന് 21 days ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് 10 days എന്നെ നിർത്തി കളഞ്ഞു, പിന്നെ വേറെ അതിനെ കുറിച്ച് എന്താ പറയുക അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഇൻസ്റ്റാഗ്രാമില് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും കൺസേണിങ് ആയിട്ട് പെട്ടെന്ന് വന്നത് എന്താ വെച്ചാൽ ഞാൻ ഓക്കെ അല്ലേ എന്നുള്ള, കാരണം ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു ബ്രേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, എന്ത് പറ്റി പെട്ടെന്ന് വ്ളോഗ്സ് ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അതിൻ്റെ ആൻസർ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വേറെ എന്താ പറയുക, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും ഞങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളായിട്ടല്ല ഞാൻ പെട്ടെന്ന് വ്ളോഗ് എൻഡ് ചെയ്തത്. അതെന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൊണ്ട് പോവായിരുന്നു. അപ്പോൾ സഡൻ ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സീരിയസ് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എൻ്റെ വ്ളോഗിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഇങ്ങനെ ഒന്ന് സംസാരിക്കുക ഷെയർ ചെയ്ത് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്, കാരണം എനിക്കും അറിയത്തില്ല അതെങ്ങനെയാണ് ഒരാളോട് എങ്ങനെയാണ് പറയേണ്ടത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, കുറച്ച് എന്താ പറയുക ദുഃഖമുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക മെച്ചുവേർഡ് ആയിട്ട് എങ്ങനെയാ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യത്തിൽ ബ്രേക്ക് വന്നതും പിന്നെ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ വ്ളോഗ്സിന് ബ്രേക്ക് വന്നത് വേറെ ഒന്നുമല്ല, ശ്രീകുട്ടൻ്റെ ഫാദർ, അതായത് എൻ്റെ ഫാദർ ഇൻ ലോ പെട്ടെന്ന് സഡൻ ആയിട്ട് ഹി പാസ്ഡ് അവേ. അപ്പോൾ അതാണ് അതിൻ്റെ എൻ്റെ വ്ളോഗ്സ് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നത്. ഞാൻ കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടി എന്താ സംഭവിച്ചത് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, അത് പറയാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമുക്കറിയാം കുറച്ചെങ്കിലും പ്രായമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മെന്റലി കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കും അല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ദേ ഹാവ് ടു ലീവ് അസ് എന്നുള്ളൊരു സാധനം. പക്ഷെ ശ്രീകുട്ടൻ്റെ ഷിബുമാമ നിങ്ങൾക്ക് അറിയാം, കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും, എനിക്ക് 2 റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഒന്ന് എൻ്റെ അമ്മേൻ്റെ ബ്രദറാണ് ഷിബുമാമ, പിന്നെ എൻ്റെ ഫാദർ ഇൻ ലോ ആണ്. അപ്പൊ എനിക്ക് 2 ബന്ധമാണ്, എൻ്റെ മാമിയായിട്ട് വരും, എൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ട് വരും. അപ്പൊ ചെറുപ്പം തൊട്ടേ ഞാൻ ഷിബുമാമ എന്നാണ് പറയാറ്, അതാണ് അങ്ങനെ വരുന്നത്. സോ ഷിബുമാമ എന്ന് പറയുന്ന കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എനിക്ക് തോന്നുന്നു ഒരു 2 months കൊണ്ട് എല്ലാം പെട്ടെന്ന് ഇങ്ങ് മറിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംഭവിച്ച ഒരു കാര്യമായിരുന്നു. 2 months മുന്നേ ആണ് കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതും, പിന്നെ അതിൻ്റെ കുറച്ച് അതും അങ്ങനെ മാരകമായി മൂപ്പര് ബെഡ് റിഡൻ ആവുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഗ്രാജുവലി മൂപ്പർക്ക് കുറച്ച് വയ്യായ്മ ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അങ്ങനെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നു, അങ്ങനെ വെറും 2 months കേട്ടോ, കൂടുതലൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമാണ് നടന്നത്. ആൻഡ് അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നത്. പിന്നെ നമ്മൾ ഈ ന്യൂസ് അറിഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ന്യൂസ് അറിയുന്നത്. ശ്രീകുട്ടൻ
നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആണ് ഇവിടുത്തെ ഒരു 7:30 വന്നിട്ട് എന്നോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീകുട്ടന് ട്രാവൽ ചെയ്യാൻ പറ്റി. ശ്രീകുട്ടൻ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തിട്ട് നാട്ടിൽ പോയി. പക്ഷെ എനിക്കാണെങ്കിൽ പോകാനും പറ്റിയില്ല. കാരണം UK-ലുള്ളവർക്ക് അറിയാം PSW എന്നുള്ളൊരു സംഭവം. അപ്പം ഞാൻ ഇപ്പം എൻ്റെ സ്റ്റുഡൻറ് വീസ കഴിഞ്ഞിട്ട് PSW-ന് അപ്ലൈ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ആൻഡ് ഈ PSW-ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 months അവർ ട്രാവൽ ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മൾ എവിടെയും ഔട്ട് ഓഫ് ദി കൺട്രി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്ഷൻസിന്റെ ചാൻസസ് കൂടുതലാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പൊതുവെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യാതെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ PSW കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതും കൂടി സംഭവിച്ചത്. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ശ്രീകുട്ടൻ നെക്സ്റ്റ് ഡേ തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ സിറ്റുവേഷനും അറിയാലോ, ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കണോണ്ട് എനിക്കും ഇവിടെ ഒരു എന്താ പറയാ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായിരുന്നു, നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. പക്ഷെ താങ്ക്ഫുള്ളി അങ്ങനെ എനിക്ക് കൂടുതൽ ഹെൽത്ത് കണ്ടീഷൻസ് എനിക്ക് എന്നെ തന്നെ എന്താ പറയാ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ശ്രീകുട്ടനും ട്രാവൽ ചെയ്യാൻ പറ്റി, കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ആൻഡ് വിത്തിൻ 5-6 days ശ്രീകുട്ടൻ റിട്ടേണും വന്നു. അപ്പോൾ പിന്നെ റിട്ടേൺ വന്നിട്ടും നമുക്കറിയാലോ, അതായത് ഒരു ലോസ് എന്ന് പറയുന്നത് അത് വലിയൊരു ലോസ് തന്നെയാണ്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ പോകുമ്പോൾ ഉള്ള ഒരു ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലുള്ള ആൾക്കാർ വളരെ ചുരുക്കമുള്ള ആൾക്കാരാണ്. മീൻസ് അങ്ങനെയല്ല, ഞാൻ എന്താ പറയുക, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും അച്ഛൻ അമ്മ കഴിഞ്ഞിട്ടുള്ള ഒരു ഫാമിലി എനിക്കില്ല. അതിപ്പോൾ റിലേറ്റീവ്സ് ആവട്ടെ ആര് തന്നെ ആവട്ടെ, ഞാൻ അവരെയൊക്കെ ഒരു ഡിസ്റ്റൻസിൽ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അത്ര ഇൻഫ്ലുവൻസേ എൻ്റെ ലൈഫിൽ അവർ നടത്തിയിട്ടുള്ളൂ, നടത്താൻ ഞാൻ സമ്മതിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും അച്ഛനും അമ്മയും മാത്രമാണ്. അതിലേക്ക് ഫ്ലോക്കി വന്നു, അത് വേറെ കാര്യം. പക്ഷെ അത് മാത്രമാണ് എൻ്റെ ഫാമിലി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഫാമിലി എക്സ്റ്റെൻഡ് ആയത് ഷിബുമാമ, അമ്മായി, ഇപ്പൊ ശ്രീകുട്ടന്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോ ആണെങ്കിലും. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും ക്ലോസ് ആയിരുന്നു. പിന്നെ എസ്പെഷ്യലി ഷിബുമാമേന്റെ കാര്യം പറയുകയാണെങ്കിൽ, സാധാരണ ഉള്ള എന്താ പറയാ ഒരു ഫാദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, അല്ലെങ്കിൽ അമ്മാവൻ മരുമകൾ, അങ്ങനത്തെ ഒരു ബോണ്ട് അല്ലായിരുന്നു. ആളുടെ ഒരു പേഴ്സണാലിറ്റി, ഇതിപ്പോ നിങ്ങൾക്ക് ഒട്ടും പരിചിതമില്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ 2-3 വ്ളോഗ്സിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹൽദിയുടെ എൻ്റെ ഹൈലൈറ്റ്സിലൊക്കെ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യണമൊക്കെ വിഷ്വൽസ് ഒക്കെ എനിക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഒട്ടും ആളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ട് ഭയങ്കര ഫൺ അടിപൊളി ഒരു മനുഷ്യനായിരുന്നു. അത് എങ്ങനെയാ, അതിപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ബോണ്ടായിരുന്നു ഞാനും ഷിബുമാമിയും തമ്മിൽ. ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ആൻഡ് ഇപ്പോൾ ശ്രീകുട്ടന്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് മീൻസ് കൂടുതലും കണ്ടിട്ടുള്ളത് ആൺകുട്ടികൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ 30s ആയല്ലോ, കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ കുറച്ചു പേരെങ്കിലും ആൺകുട്ടികളാവുമ്പോൾ സ്പെഷ്യലി അച്ഛന്മാരോടൊരു എന്താ പറയുക ഒരു ഗ്യാപ്പ് വരും. അല്ലെങ്കിൽ ഗ്യാപ്പ് ഇൻ ദ സെൻസ് റെസ്പെക്ട് കൊണ്ടുള്ള ഗ്യാപ്പ് വരും. പിന്നെ സംസാരം കുറയും. അല്ലെങ്കിൽ ബേസിക്കലി ഒരു അച്ഛൻ മകൻ എന്ന് പറയുന്ന 2 കോൺസെപ്റ്റില് ഒരു പിന്നോട്ടുള്ള ഒരു വലിവുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സൺ ആൻഡ് ഫാദർ അല്ലായിരുന്നു ശ്രീകുട്ടനും ഷിബുമാമിയും. ഒരു മിനിറ്റ്. സോ അവരുടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു സൺ ആൻഡ് ഫാദർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനെ മോർ ദാൻ എന്താ ഫാദർ, എനിക്ക് തോന്നുന്നു അവര് ഫ്രണ്ട്സ് ആയിരുന്നു.
നല്ലോണം സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഫങ്ഷൻസോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ശ്രീകുട്ടന്റെ ഫ്രണ്ട്സിന് ശ്രീകുട്ടന്റെ അച്ഛനെ ഭയങ്കര കാര്യമായിരുന്നു. കാരണം മൂപ്പര് അങ്ങനത്തെ ഒരു വൈബ്രന്റ് ചില്ല് മനുഷ്യനായിരുന്നു. അപ്പൊ ശ്രീകുട്ടന്റെ ബോണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ. അവരും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഞാനാണെങ്കിലും പിന്നെ ഫാമിലി മൊത്തം ആണെങ്കിലും ഷിബുമാമയ്ക്ക് ഒരു പ്രത്യേക ഒരു സ്ഥാനം, അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു പേഴ്സണാലിറ്റി വൈസ് തന്നെ മൂപ്പർക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അപ്പൊ അങ്ങനത്തെ ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഷോക്കിംഗ് ന്യൂസ് കാരണം പെട്ടെന്ന് ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ അതിന്ന് റിക്കവർ ആവുക എന്നുള്ളത് എന്താ പറയാ, ഗ്രാജുവലി നമ്മളിപ്പോ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇത്രയും ദിവസം 1 മാസം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ നമുക്കൊക്കെ മനസ്സിന്റെ ഉള്ളില് എന്തോ ഒരു സംതിങ് ഇസ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സുഖമില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പൊ ഗ്രാജുവലി നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. കാരണം ലൈഫ് മസ്റ്റ് മൂവ് ഓൺ. അപ്പോൾ അതായിരുന്നു റീസൺ. അപ്പൊ ഞാനിത് ഈ റീസൺ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്ത് പറ്റി, എല്ലാവർക്കും കൺസേണിങ് ആയത് എൻ്റെ ഹെൽത്ത് കാരണമാണോ ഞാൻ പെട്ടെന്ന് വ്ളോഗൊക്കെ വിട്ട് പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഹെൽത്ത് കാരണമല്ല, ഇതുകൊണ്ടായിരുന്നു കുറച്ചു ദിവസം മാറി നിന്നത്. നമ്മളെ എല്ലാവരും ഈ ഒരു ന്യൂസും ഈ ഒരു സഡൻ ഷോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ടാക്കിൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് വ്ളോഗ്സ് ഞാൻ നിർത്തിയത്. ഇനി നോക്കട്ടെ, ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല നല്ല മൊമെന്റ്സ് സംഭവിക്കുമ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാം. കാരണം എനിക്കും അതൊരു ഒരു മെമ്മറി എല്ലാവരും പറയണ പോലെ യൂട്യൂബ് എപ്പോഴും ഒരു മെമ്മറിയാണ്. അത് നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല, അത് മെമ്മറി തന്നെയാണ്. പക്ഷെ അതല്ലാതെ എനിക്കും ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ. ആകെ മടി എഡിറ്റ് ചെയ്യാനാണ്. അപ്പോ ഇവിടെ എന്നല്ല, ക്രിസ്മസ് ആയി. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് 24th ഡിസംബറിനാണ്. ഇത് എന്നാണ് വീഡിയോ വരുന്നത്, മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഈ വീഡിയോ ഔട്ട് ചെയ്യും. അപ്പോൾ ക്രിസ്മസ് ആയി, ന്യൂ ഇയർ വരുന്നു, ജനുവരിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും, എന്നോട് ശ്രീകുട്ടൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഈ വീഡിയോ എടുക്കാൻ തന്നെ ഒത്തിരി ലോങ് ആയി. ഞാൻ പറഞ്ഞില്ല, ഒരു 25 ഡേയ്സ് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നോട് വന്ന സമയം തൊട്ടേ ശ്രീകുട്ടൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം പറഞ്ഞിട്ട് നീ നിന്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്തോ മാനസികമായി അതിനൊരു എനർജിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇതന്നെ ഇപ്പൊ ശ്രീകുട്ടൻ പുഷ് ചെയ്ത് വേണം, നീ ചെയ്യണം എന്ന് പറഞ്ഞ് അവന്റെ ഒറ്റ വാക്കിലാണ്. ഇപ്പൊ മൂപ്പര് ജിമ്മ് പോയേക്കാണ്. അപ്പൊ മൂപ്പരുടെ ഒറ്റ വാക്കിലാണ് പിന്നെയും ഓക്കെ എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ക്രിസ്മസ്, ന്യൂ ഇയർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഹെൽത്ത് വൈസ് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. ഇന്ന് 6 months സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ആയിട്ടും ഞാൻ വരാം. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ ഞാൻ വരാം. അപ്പൊ അത്രേ ഉള്ളൂ. ഡു കീപ് അസ് ഇൻ യുവർ പ്രേയേഴ്സ്. പിന്നെന്താ, ലൈഫ് നമ്മൾ ചില സമയത്തെങ്കിലും നമ്മൾ വിചാരിക്കും ലൈഫ് ഈസി ആണ്, എല്ലാം അടിപൊളിയാണല്ലോ എന്ന്. ആ സമയത്തായിരിക്കും നമുക്ക് ലൈഫ് നമ്മളെ തന്നെ എന്താ പറയാ പഠിപ്പിക്കുന്നത്. അതായത് ലൈഫ് ഇസ് നോട്ട് ഈസി. നമ്മൾ ഓരോ ദിവസം ഓരോ പോലെയാണ്. ചിലപ്പോൾ ഹാർഡായിരിക്കും, ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലപ്പോൾ സന്തോഷമുള്ളതാവും, ചിലപ്പോൾ സങ്കടമുള്ളതാവും. അപ്പോൾ ലൈഫ് മസ്റ്റ് മൂവ് ഓൺ. ആൻഡ് നമ്മളെല്ലാവരും ആ ഒരു ജേണി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നാളെ എന്താണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഉള്ള സമയം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.
ആൻഡ് എല്ലാവർക്കും ഇപ്പം ഞാൻ വിഷ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും അഡ്വാൻസ് ബിലേറ്റഡ് എന്നാ പറയാൻ വന്നത്. അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് വിഷസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. പുതിയ ന്യൂ ഇയർ ഒരു അടിപൊളി വർഷമാവട്ടെ എല്ലാവർക്കും. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ വ്ളോഗ് എന്തായാലും നാളെ ഞാൻ എടുക്കാൻ പ്ലാൻ ഉണ്ട്. നാളെയോ ഡേ ആഫ്റ്റർ. കാരണം ശ്രീകുട്ടൻ്റെ 2 ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ എന്നൊന്നുമില്ല. ഇതിൽ ലൈക്ക് ചെയ്യാൻ മാത്രമോ ഷെയർ ചെയ്യാൻ മാത്രമോ ഒന്നുമല്ല. ഇത് എൻ്റെ തോട്ട്സും പിന്നെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. കുറച്ച് പേരെങ്കിലും, ഒരു 10 പേരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ചോദിച്ചവർക്ക് ഉള്ള ഒരു റെസ്പോൺസ് പോലെയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.